വീട് കയറി ആക്രമിക്കുകയും തന്നെയും പിഞ്ചുകുഞ്ഞിനെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന യുവതിയുടെ പരാതിയിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എസ് കാർത്തികയെ അന്വേഷണ വിധേയമായി കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. മലയാലപ്പുഴ പോലീസ് കഴിഞ്ഞ വർഷം മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 4ാം പ്രതിയാണ് കാർത്തിക. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം തന്നെ സ്ത്രീക്കും കുട്ടിക്കും നേരെ അക്രമത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് കാട്ടി യുവതി സമർപ്പിച്ച പരാതിയിലാണ് നടപടി. പോലീസ് കേസെടുത്തപ്പോൾ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തന്നെ കാർത്തികയ്ക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടിയിരുന്നതാണ്. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം അതുണ്ടായില്ല. ഇതേ തുടർന്നാണ് അക്രമത്തിന് ഇരയായ യുവതി ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. പക്ഷേ കാർത്തികയെ മാറ്റി നിർത്താൻ വീണ്ടും 7 മാസം എടുത്തു. ഡിസംബർ 24-നാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മാർച്ച് 1 രാത്രി 10:30-നാണ് മലയാലപ്പുഴ താഴം മോളുത്തറയിൽ എം രാജേഷിന്റെ ഭാര്യ ജീനയ്ക്കും 6 വയസ്സുള്ള മകനും നേരെ 4-അംഗ സംഘത്തിന്റെ അക്രമം ഉണ്ടായത്. ജീനയുടെ പരാതിയിൽ അന്നത്തെ CPM തുമ്പമൺ ബ്രാഞ്ച് സെക്രട്ടറി മലയാലപ്പുഴ താഴം കൃഷ്ണനിവാസിൽ അർജുൻ ദാസ്, സഹോദരൻ അഡ്വക്കേറ്റ് അരുൺ ദാസ്, ഭാര്യ സലീഷ, അർജുൻ ദാസിന്റെ ഭാര്യ അഡ്വക്കേറ്റ് എസ് കാർത്തിക എന്നിവരെ പ്രതികളാക്കി മലയാലപ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 6 വയസ്സുള്ള മകനും തനിക്കും നേരെ 4-അംഗ സംഘം മാരകായുധങ്ങളുമായി പാഞ്ഞെടുക്കുകയായിരുന്നാണ് ജീനയുടെ മൊഴി. അർജുൻ ദാസിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കാൻ എന്ന വ്യാജേന ഏറെ നാളായി അനധികൃതമായി മണ്ണും പാറയും കടത്തുകയായിരുന്നു. CPM ബ്രാഞ്ച് സെക്രട്ടറി എന്ന ലേബലിൽ സർക്കാരിന്റെ യാതൊരുവിധ അനുവാദവും വാങ്ങാതെയാണ് പാറയും മണ്ണും ഖനനം ചെയ്ത് കടത്തിയിരുന്നത്. ഇത് പോലീസ് പിടികൂടിയത് ജീനയുടെ ഭർത്താവ് രാജേഷ് ഒറ്റിക്കൊടുത്തതാണെന്ന് പറഞ്ഞ് ആ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു. ഇതിനെതിരെ മലയാലപ്പുഴ പോലീസിൽ രാജേഷ് പരാതി നൽകിയിരുന്നു. ഈ 2 വിരോധം കാരണമാണ് മാർച്ച് 1 രാത്രി തങ്ങളുടെ വീടിന് മുന്നിൽ വെച്ച് 4-അംഗ സംഘം ആക്രമിക്കാൻ മുതിർന്നെന്നാണ് ജീനയുടെ മൊഴി. അർജുൻ ദാസും അരുൺ ദാസും ചേർന്ന് പരാതിക്കാരെയും മകനെയും തടഞ്ഞു നിർത്തി അസഭ്യം വിളിക്കുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. എതിർത്ത ജീനയോട് നിന്നെ ഒരെണ്ണത്തിന് തീർത്താൽ അവൻ മര്യാദ പഠിക്കുമെന്ന് പറഞ്ഞാണ് മാരകായുധം എടുത്തു വീശിയത്. ജീനയുടെ മകനായ 6 വയസ്സുകാരന്റെ കഴുത്തിനു നേരെയായിരുന്നു മാരകായുധം വീശിയത്. മകനെയും പിടിച്ച് വീട്ടിലേക്ക് ഓടിയ ജീനയ്ക്ക് നേരെ ഇവർ മാരകായുധം എറിഞ്ഞു. ഇത് ചോദ്യം ചെയ്തപ്പോൾ അർജുനും അരുണും ചേർന്ന് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി നഗ്നത പ്രദർശിപ്പിച്ചു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സലീഷയും അഡ്വക്കേറ്റ് കാർത്തികയും അസഭ്യം വിളിക്കുകയും പരാതിക്കാരി താമസിക്കുന്ന വീടിന് നേർക്ക് കല്ലെറിയുകയും ചെയ്തു. ഈ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഒഴിവാക്കിയിരുന്നു. മോളെ, ഇത് വീട്ടിലുണ്ടാക്കിയതാ? അസലായിട്ടുണ്ടല്ലോ അമ്മേ. ഇതിന്റെ അരോമയൊന്ന് വേറെ തന്നെയാട്ടോ. നീ അവളെ പറ്റിച്ചു അല്ലേ? അമ്മ കഷ്ടപ്പെട്ട് നെയ്യൊന്നും കൊണ്ടുവരണ്ടായിരുന്നു. മിൽമ നെയ്യ് എന്റെ അടുത്തുണ്ട്. മിൽമ നെയ്യ് പാരമ്പര്യ രുചിയും ഗുണവുമായി ഇപ്പോൾ പുതിയ പാക്കിംഗ്. മിൽമ, കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ.